ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂബാസ് ഷെയർ. റോസാപ്പൂക്കൾ വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി DIY ചെയ്യാം. അതായത് നമുക്ക് ഫുഡ് ഐറ്റംസിലൊക്കെ, ഡെസേർട്ടോ അല്ലെങ്കിൽ ബിരിയാണിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫുഡ് ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ടു ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൂത്തിരിക്കുന്ന റോസാപ്പൂക്കൾ ആവട്ടെ, നമ്മൾ ചെറിയ ടെറസിലൊക്കെ വെച്ചിരിക്കുന്ന റോസ് പൂക്കളൊക്കെ വെറുതെ പൂത്ത് പോവായിരിക്കും ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന റോസാപ്പൂക്കൾ ഏത് കളർ തന്നെ ആവട്ടെ, നമുക്ക് നന്നായി ഒന്ന് വിരിഞ്ഞ് അത് വാടാറാവുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം നമുക്കിതുപോലെ പറിക്കാം. പറിച്ചിട്ട് ഞാനിതെല്ലാം തന്നെ ഒരു ഇലയിലോട്ട് മാറ്റാണ്. ഇത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത ഫ്ലവേഴ്സാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് വാഷ് ചെയ്യണമെന്നില്ല. പിന്നെ ഇത് നമ്മൾ നന്നായി പൂത്ത് നിൽക്കുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് പറിക്കാം. പക്ഷേ അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് 1-2 ദിവസം നിർത്തിയിട്ട് നമുക്കിത് എടുക്കാം. ഇനി ഞാനിവിടെ ഒരു ഗ്യാസ് ബർണർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലൊരു നമ്മുടെ സാധാ പാൻ ലിഡുകളോ അല്ലെങ്കിൽ വയർ ലിഡോ വയർ സ്റ്റാൻഡോ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ചൂടാക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാം. ഇനി നമ്മൾ പറിച്ചു വെച്ചിട്ടുള്ള റോസാപ്പൂക്കളിൽ നിന്നും അതിൻ്റെ ഇതള് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതളെല്ലാം തന്നെ ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കണം. അത് നിങ്ങൾ പറിച്ച ഏത് റോസാപ്പൂ ഏത് നിറമാണെങ്കിലും കുഴപ്പമില്ല, എല്ലാം തന്നെ ഇതള് മാത്രം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. റോസാപ്പൂക്കൾ കാണാൻ മാത്രമല്ല ഭംഗി, അതിനൊത്തിരി ആരോഗ്യ ഗുണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നമ്മളത് അറിയാതെ പോകരുത്. നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ ഒന്ന് വാടുന്നതിന് മുമ്പ് ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലും കൂടി എത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ഇതുപോലെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് പാൻ. ഞാനൊരു പ്ലേറ്റിലോട്ട് റോസാപ്പൂക്കൾ വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഈ പാനിലോ ഈ ലിഡിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു ലിഡ് വെച്ചിട്ട് ഈ പാനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ചൂടാക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാം. അത് കഴിയുമ്പോൾ അതിന് മുകളിലായിട്ട് ഇങ്ങനെ വാട്ടർ വേപ്പേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. അത് തുടച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ചൂടാക്കാം. 10 മിനിറ്റ് നേരം കഴിയുന്ന സമയത്ത് അതെങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നിങ്ങളത് അങ്ങനെ തന്നെ വെക്കാം, നമുക്കിപ്പോൾ തന്നെ ലിഡ് ഓപ്പൺ ചെയ്യണമെന്നില്ല. ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ കുറച്ച് നേരം വെക്കാം. അപ്പോൾ നോക്കൂ, ഇതേപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് റോസ് പെറ്റൽസ് എല്ലാം തന്നെ. ഇല്ല, നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട, അതായത് 10 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്യെങ്കിൽ ഓവണിലാണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ 3 ദിവസം സൂര്യ വെളിച്ചത്തിൽ വെച്ചാലും മതി. പക്ഷേ അതിൻ്റെ കളർ കുറച്ച് കുറയും. അപ്പോൾ നമുക്കിനിത് പായസത്തിലോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഇടുന്ന സമയത്ത്, നവാബി ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. നല്ല പ്രത്യേക രുചിയും പിന്നെ നമ്മൾ ആ റോസാപ്പൂവിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഇതൊരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ വെച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. നിങ്ങളിത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെക്കാം. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ അത് ഒട്ടും തന്നെ വാടാണ്ടും അതേപോലെ തന്നെ ക്രിസ്പിനെസ് പോകാണ്ടും ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റോസാപ്പൂക്കളുള്ളവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി ഇതുപോലുള്ളൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.